ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് പുതിയൊരു പെറ്റ് ബ്രീഡിനെയാണ്. ആൽബിനോ റാറ്റ്സ് അല്ലെ വൈറ്റ് റാറ്റ് എന്നറിയപ്പെടുന്ന ബ്രീഡാണ്. നമ്മളിതിനു മുമ്പ് ഹാമസ്റ്റേഴ്സിനെ, ഹെഡ് ജോഗിനെ, ജെർബിൽസിനെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു പെറ്റായിട്ട് വളർത്താൻ പറ്റിയ വളരെയധികം ടേം ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പെറ്റ് ബ്രീഡാണ് ആൽബിനോ വൈറ്റ് റാറ്റുകൾ. ഇതിൻ്റെ തന്നെ പല മ്യൂട്ടേഷൻസ് ഉണ്ട്. ഹൂഡഡ് റാറ്റ്സ്, അതേപോലെ ഡംബോ റാറ്റ്സ് എന്നുള്ള രീതിയിൽ പല മ്യൂട്ടേഷൻ നമ്മൾ വരുന്നുണ്ട്. ഏകദേശം ഒരു 3 months പ്രായമുള്ള ഒരു ആൽബിനോ റാറ്റാണ്. നോർമലി ഇത് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് പർപ്പസിനും അതേപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ പിങ്കീസിനെ ഫീഡായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യാറ്. ഇപ്പോൾ പൈത്തൺ വളർത്തുന്ന ആൾക്കാർ, മോൺസ്റ്റർ ഫിഷുകൾ വളർത്തുന്ന ആൾക്കാർ അത് ഫീഡായിട്ട് ലൈവ് ഫീഡ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈത്തൺ അങ്ങനെയുള്ള കുറേ കാറ്റഗറി മോൺസ്റ്റർ ഫിഷുകൾ, അലിഗേറ്റർ കാർ അതിനൊക്കെ വളർത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് അവർക്കൊരു ലൈവ് ഫീഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്കൊരു ബ്രീഡിംഗ് സെറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടികളെ കിട്ടുകയും അത് ഫീഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 3 to 4 years ആണ് വൈറ്റ് റാറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു 6 months തൊട്ട് അത് ബ്രീഡിങ് ടൈം സ്റ്റാർട്ട് ചെയ്യും. 28 days ആണ് ഇതിൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഇൻ ആൻ ഇയറിലൊരു 4 പ്രാവശ്യം 3 പ്രാവശ്യം എടുത്ത് ബ്രീഡ് ആവുന്നതാണ്. ഒരൊറ്റ പ്രഗ്നൻസിയിൽ നമുക്ക് ഏകദേശം 6 തൊട്ട് 10 വരെ കുട്ടികളെ കിട്ടും. അത് മദറിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്നനുസരിച്ച് നമ്മൾ കുട്ടികളെ കിട്ടും. ഹാമസ്റ്റേഴ്സിൻ്റെയോ റാബിറ്റിനെയോ പോലെയോ കുഞ്ഞുങ്ങളെ ഇവർ കഴിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യില്ല. അത് നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളെയും തന്നെ നമുക്ക് സേഫായിട്ട് കിട്ടാറുണ്ട് മിക്കപ്പോഴും. അതുകൊണ്ട് ബ്രീഡിങ് വളരെ സേഫറാണ്. നമുക്ക് അത്രയും വലിയ മെയിൻ്റനൻസ് ഇല്ലാണ്ട് തന്നെ ബ്രീഡിങ്ങും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് ചീപ്പ് റേറ്റാണ്, അധികം റേറ്റ് ഇല്ല. ഏറ്റവും അധികം ലൈഫ് ഫീഡിന് എന്നുള്ള രീതിയിൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെറ്റായിട്ട് വളർത്തുന്നത് വളരെ കുറവാണ്. നമുക്ക് കൂടുതൽ ഓർഡറും ബൾക്ക് ഓർഡേഴ്സും മിക്കതും വരുന്നത് ലബോറട്ടറി ടെസ്റ്റുകൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ആൽബിനോ റാറ്റ്സിനെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രോട്ടീൻ, വൈറ്റമിൻ അങ്ങനെയുള്ള ന്യൂട്രീഷ്യൻസിൻ്റെ എല്ലാം മരുന്നുകൾ ചെക്ക് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള ലബോറട്ടറികളാണ് കൂടുതലായിട്ടും ആൽബിനോ റാറ്റ്സിനെ യൂസ് ചെയ്ത് കണ്ടുവരിക. ആൽബിനോ റാറ്റിൻ്റെ പോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഹൂഡഡ് റാറ്റ്സ്. ഹൂഡഡ് റാറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്. അതായത് ആൽബിനോയിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ വരുന്നത്, അതേപോലെ തന്നെ ഗ്രേ ഷെയ്ഡ് വരുന്നതുണ്ട്. ഗ്രേ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ശരിക്കും ഹൂഡഡ് റാറ്റ്സിൻ്റെ ഒരു മ്യൂട്ടേഷനാണ് ആൽബിനോ റാറ്റ്സ് എന്ന് പറയുന്നത്. ആൽബിനോ റാറ്റ്സിലും കുറച്ചും കൂടി ആക്റ്റീവാണ് ഇവർ. ഇപ്പോൾ തന്നെ കണ്ടറിയാം, നമ്മുടെ കയ്യിലിരിക്കില്ല, അവർ ഓടിക്കളിക്കും. പക്ഷേ ടേംഡാണ്, നമ്മളെ കടിക്കില്ല. മിക്കപ്പോഴും ഇത് കടിക്കുന്ന ഒരു സാഹചര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇപ്പം ടെയിലിൽ പിടിച്ചെടുക്കാൻ നേരത്ത് പെയിൻ കൊടുക്കുകയോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അതിൽ കടിക്കുള്ളൂ. പിന്നെ ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ ഫുഡ് എടുത്തിട്ട് ആ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ കയ്യിൽ അതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ അത് ഫുഡാണെന്ന് കരുതി അത് കടിക്കും. ഇവരുടെ ടെയില് ഹെയർലെസ് ആണ്. അതേപോലെ തന്നെ ലെഗിൻ്റെ എൻഡ് വരുമ്പോഴും ഹെയർലെസ് ആണ്. ആൽബിനോ റാറ്റ്സിൻ്റെയും അങ്ങനെ തന്നെയാണ് തന്നെ. ജെർബിൽസിൻ്റെ വരുമ്പോഴാണ് നമുക്ക് ടെയിലിന് ഹെയർ വരുന്ന ടൈപ്പ് വരുന്നത്. ഇപ്പോൾ ഹൂഡഡ് റാറ്റ്സിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെഡിൽ കളേർഡ് ആയിരിക്കും. ഇതിപ്പോൾ ജെറ്റ് ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഏകദേശം നടുവിൻ്റെ ഭാഗത്തും അതിൻ്റെ കളർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഗ്രേ ഷെയ്ഡാണ്. ഇവരിപ്പം ഏകദേശം ഒരു 2 മാസം പ്രായമായിട്ടുള്ളൂ. അതിൻ്റെ സ്കിന്നെല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ. ഇത് വരുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ഹൂഡഡ് റാറ്റ്സ് തന്നെയാണ്. ഇതേപോലെ തന്നെ വേറൊരു വൈഡ് വെറൈറ്റി ഉള്ളത് ഡംബോ റാറ്റ്സ് ആണ്. ഡംബോ റാറ്റ്സിൻ്റെ ഇതിൻ്റെ ഇയർ കുറച്ചും കൂടി വലുതായിരിക്കും. അത്ര ഓട്ടവും ചാട്ടവുമില്ല. നമ്മുടെ കയ്യിലൊക്കെ ടൈം ചെയ്തിരിക്കുന്നത് ഹൂഡഡ് റാറ്റ്സിനെക്കാട്ടും കൊണ്ടും ആൽബിനോ റാറ്റ്സ് ആണ് കുറച്ചും കൂടി നമുക്ക് പെറ്റെന്നുള്ള രീതിയിൽ കെയർ ചെയ്ത് വളർത്താൻ പറ്റുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഡംബോ റാറ്റ്സിൻ്റെ ഇയർ ഇതിൻ്റെ ഡബിൾ ഉണ്ടോ, ഈ ചെവി മടങ്ങി കിടക്കുന്ന ടൈപ്പ് ആയിരിക്കും ഡംബോ റാറ്റ്സ്. ഡംബോ റാറ്റ്സ് നമ്മുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് അതിൻ്റെ ഒരു ബ്രീഡ് എടുക്കണമെന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ കളക്ഷനിലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ട്. ബ്രീഡിങ് 28 daysനുള്ളിലാണ് പ്രഗ്നൻസി ടൈം വരണേ. ഒരു 1 yearൽ നമുക്ക് 3 to 4 times നമുക്ക് ബ്രീഡിങ് കിട്ടാറുണ്ട്. ഒരു 10 തൊട്ട് 8 വരെ കുട്ടികളൊക്കെ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഒരൊറ്റ ബ്രീഡിങ്ങിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ ഇത് നമുക്ക് വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും കോളനിയായിട്ട് വളർത്താം. അതായത് നമുക്കൊരു 10-20 പീസുകൾ ഒരുമിച്ചിട്ട് നമുക്ക് വളർത്താം. അല്ലെങ്കിൽ പെയറായിട്ട് കീപ്പ് ചെയ്താലും കുഴപ്പം. നമ്മൾ ചെയ്യുന്നത് കോളനിയായിട്ട് ഇതിനെ ഇട്ടിട്ട് പ്രഗ്നൻ്റ് ആവുന്ന ഫീമെയിൽസിൻ്റെ അതിൻ്റെ വയറ് പോപ്പപ്പ് ചെയ്യാൻ നേരത്ത് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യാറാണ് പതിവ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുഞ്ഞുങ്ങളെ കഴിക്കില്ല. പക്ഷേ ഈ കോളനിയായിട്ട് വളർത്തുമ്പോൾ എന്തെങ്കിലും സൗണ്ട് കൊണ്ടോ അല്ലെങ്കിൽ പേടിച്ച് ഈ കൂട്ടിലിട്ട് ഓടി കയറാൻ നേരത്ത് കുഞ്ഞുങ്ങളെ ചവിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു കേജിൽ കീപ്പ് ചെയ്യും. അപ്പം ബ്രീഡിങ്ങിന് എപ്പോഴും ഒരു കേവ് പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോട്ട് പോലെയോ വെച്ച് കൊടുക്കണം നല്ലതാണ്. കാരണം അതൊരു അധികം ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കുറച്ചും കൂടി അവർ സേഫറാണ്. അപ്പോൾ അവർ ബ്രീഡിങ് കുറച്ചും കൂടി ഈസി ആവും അതിനകത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇപ്പം സിംഗിളായിട്ട് ഇടുകയാണെങ്കിൽ തന്നെ ചെറിയൊരു പോട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാറുണ്ട് എപ്പോഴും.
നമുക്ക് ഇതിൻ്റെ കേജ് സെറ്റപ്പ് ഈ പറഞ്ഞ പോലെ കോളനിയായിട്ട് ഇടാം. അപ്പോഴും കേജ് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതർ നെറ്റിലോ അല്ലെങ്കിൽ ഗ്ലാസ് ടാങ്കിൽ, ഇപ്പോൾ അക്വേറിയത്തിൽ ഗ്ലാസ് ടാങ്കിൽ തന്നെ വുഡ് ഷേവിങ്സ് ഇട്ടിട്ട് അതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് ഹാമസ്റ്ററിനെക്കാട്ടും കൂടുതൽ വേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂറിനാണെങ്കിലും സ്മെല്ലുണ്ട്. അപ്പോൾ ഒരു 7 ഡേയ്സിലോ ഒരു 10 ഡേയ്സിനുള്ള എപ്പോഴും ഈ വുഡ് ഷേവിങ്സ് മാറണം. ഇല്ലെങ്കിൽ ചെറിയ എണ്ണയുടെ നെറ്റിൻ്റെ ഗേജിൽ തന്നെയാണെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡ്രോപ്പിങ്സ് എല്ലാം താഴെ പോകും, നമുക്ക് അടിയിൽ ക്ലീൻ ചെയ്താൽ മാത്രം മതി. അപ്പം അങ്ങനെ കേജിൽ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. സാധാ ഹാമസ്റ്ററിനെ പോലെയല്ല, കുറച്ച് യൂറിന് സ്മെല്ലുണ്ട്. കാരണം ഇവർ കുറച്ചും കൂടി ബിഗർ സൈസിലായിട്ട് ആവുന്നത് കൊണ്ട് യൂറിന് അതിൻ്റെ സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വീക്ക്ലി വൺസ് അത് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നെറ്റിൻ്റെ ഗേജിലോട്ട് മാറ്റുമായിരിക്കും എപ്പോഴും. അങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഫുഡ് നമ്മളെപ്പോഴും കൊടുക്കാറുള്ളത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഈ കടല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കും. ചോറ് കൊടുത്താൽ ഇവർ കഴിക്കും, പക്ഷേ അതിന് കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാൻ വേണ്ടി എപ്പോഴും ഫുഡ് മാറി മാറി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഈ ഒരു സമ്മർ സീസണിൽ മോൺസ്റ്റർ ഫിഷുകളോ അല്ലെങ്കിൽ ലൈഫ് ഫീഡിനോ ബുദ്ധിമുട്ടുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഡിംഗ് സെറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഫിഷുകൾക്കുള്ള മോൺസ്റ്റർ ഫിഷിനുള്ള ഫുഡും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബ്രീഡിംഗ് സെറ്റ് എപ്പോഴും സജസ്റ്റ് ചെയ്യണം, ഒരു മെയിലും 3 ഫീമെയിലും കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുഞ്ഞുങ്ങളെ കിട്ടാനും അതനുസരിച്ച് കെയർ ചെയ്യുക, നല്ല ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ കുട്ടികൾ അതിനകത്ത് ഉണ്ടാവും. അപ്പം ഒരു ലൈവ് ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫുഡ് നിങ്ങളുടെ മോൺസ്റ്റർ ഫിഷിനോ അല്ലെങ്കിൽ ഒരു പെറ്റായിട്ട് കീപ്പ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ പെറ്റിനെ യൂസ് ചെയ്യാം. ഇത് വളരെ പെറ്റായതുകൊണ്ട് നമുക്ക് ഷൂട്ടിങ്ങിനും മൂവീസിലൊക്കെ മിക്കപ്പോഴും ഇങ്ങനത്തെ റൈറ്റിനെയാണ് ഉപയോഗിക്കാറ്. ഇപ്പം പറക്കുന്തളിയ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സാധാ എലി ഇങ്ങനെ ഓടിപ്പോകാത്തതാണ്. അപ്പോൾ ഇവർ ഇങ്ങനത്തെ എലികളെ കളർ ചെയ്താണ് ആ മൂവീസിലും അങ്ങനെയുള്ള ഷൂട്ടിനൊക്കെ എല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവർ വളരെ ടൈംഡാണ്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ടൈം ചെയ്തെടുക്കാം. ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും. ഇതിലും വെറൈറ്റി ഉണ്ട്. മ്യൂട്ടേഷൻ സ്പോട്ടഡ് ആയിട്ടുള്ള, വളരെ റെയർ ആയിട്ടുള്ള മ്യൂട്ടേഷൻ വന്ന സ്പോട്ട്, നമ്മൾ ഡാൽമേഷനൊക്കെ പോലെ തന്നെ സ്പോട്ടഡ് ആയിട്ട് വരുന്ന ടൈപ്പ് റാറ്റ്സും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡംബോ റാറ്റ്സ് ഉണ്ട്. ഡംബോ റാറ്റ്സും ഒരു വൈഡ് വെറൈറ്റിയാണ്. ഒരിടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കിട്ടാനില്ല. ഡംബോ റാറ്റ്സ് ശരിക്കും നമ്മുടെ നാടൻ എലീനെ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുക, ചുണ്ടൻ എലീനെ പോലെ. പക്ഷേ അത്ര വൈൽഡ് ആയിരിക്കില്ല, നമുക്ക് ടൈം ചെയ്ത് കയ്യിലേക്ക് എടുത്ത് വളർത്താവുന്ന ടൈപ്പാണ് വരുന്നത്. അപ്പോൾ മറ്റൊരു പെറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.